നീ ഈ വീട്ടിൽ കിടന്ന് ഒരുപാട് നെകളിച്ചിട്ടും നിന്നോട് മുഖം മുഷിഞ്ഞ് ഞാൻ അധികം സംസാരിച്ചിട്ടില്ല. അതെ, എന്റെ മര്യാദയാ. എന്തുപറ്റി സിദ്ധേട്ടാ ഇങ്ങനൊക്കെ പറയാൻ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇത്രയും നേരം ഞാൻ ചേച്ചിയമ്മ അടുക്കളയിൽ സഹായിക്കായിരുന്നു. കൂടുതൽ സഹായം ഇങ്ങോട്ട് ഇറക്കരുത് കേട്ടോ. എന്തുവാടാ ഇവിടെ? വെറുതെ നിൽക്കുന്ന കൊച്ചിനോട് നീ കുസ്തിക്ക് നിൽക്കുവാണോ? ചേച്ചി ഈ കാര്യത്തിൽ ഇടപെടണ്ട. നീ കാര്യം പറയടാ. നിരഞ്ജൻ സാറിനെ വഴിയിൽ തടയാൻ ഇവളുടെ അച്ഛനാരാ? എന്റെ 50 ലക്ഷത്തിന്റെ കാര്യം സംസാരിക്കാൻ അയാൾക്ക് എന്താ അവകാശം? അങ്ങനെ സംഭവിച്ചോ? എന്നാ അത് നന്നായി. ബലേബേഷ്, നടേശൻ സാറിനെ പോലെ ഒരാൾ ഇറങ്ങിയാലേ 50 ലക്ഷവും അതിന്റെ പലിശയും കൂടെ ഇങ്ങോട്ട് വരും. അച്ഛനോട് പോയി ചോദിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല. സംസാരിച്ച കൂട്ടത്തില് സിദ്ധുവേട്ടൻ ഇങ്ങനെ ഒരു അബദ്ധം പിണഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു. വഴിയിൽ വെച്ച് കണ്ടപ്പോ അച്ഛൻ അതേപറ്റി ഒന്ന് ചോദിച്ചു കാണും. അങ്ങനെ ചോദിക്കണ്ട. അതിനുള്ള അധികാരം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. സിദ്ധാർത്ഥൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാ അത്. അതെങ്ങനെ ചെലവഴിക്കണം, ആർക്ക് കൊടുക്കണം എന്നൊക്കെ ഞാനങ്ങ് തീരുമാനിക്കും. ഈ കാര്യത്തിലൊക്കെ ഇടപെടാൻ നീയും നിന്റെ അച്ഛനും ആരാ? നീയോ? ആ, അങ്ങനെ തന്നെ. ഒരു കൈപ്പാട് അകലത്തിൽ നിർത്തേണ്ടവരെ അങ്ങനെ നിർത്താതിരുന്നതിന്റെ ഫലവാ ഞാനിപ്പോ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി ഞാൻ അതിന് സമ്മതിക്കില്ല. കളിച്ച് കളിച്ച് എന്റെ തലയ്ക്ക് മുകളിൽ കയറുള്ള കളിയൊന്നും വേണ്ട. ഇത് ഞാൻ ഇവിടെ കൊണ്ടൊന്നും വിടത്തില്ല. നടേശൻ സാറിനെ ഞാനൊന്ന് കാണുന്നുണ്ട്. നടേശൻ സാറോ? അച്ഛന്ന് വിളിയടാ. എനിക്ക് സ്വന്തമായിട്ടൊരു അച്ഛനുണ്ട്. പിന്നെ എന്റെ അച്ഛനൊപ്പം ബഹുമാനിക്കണം എന്ന് തോന്നുന്നവരെയും ഞാൻ അച്ഛന്ന് വിളിക്കും. അല്ലാതെ വഴിയെ പോകുന്നവരെ എല്ലാം കയറി അച്ഛന്ന് വിളിക്കാനേ ഈ സിദ്ധാർത്ഥനെ കിട്ടില്ല. ഹലോ. അക്ഷര, വിശാലിനെ കണ്ടു. അതുമാത്രമല്ല, വഴിയിൽ വേറൊരു വിശേഷം ഉണ്ടായി. എന്താ? ഒരു ഭീഷണി. ഭീഷണിയോ? ആര്? തുരുമ്പിച്ച ഒരു പഴയ പോലീസ് കത്തിയ. റിട്ടയർഡ് ഡിവൈഎസ്പി നടേശൻ, നമ്മുടെ അഡ്വക്കേറ്റ് ചന്ദ്രലേഖയുടെ അച്ഛൻ. അയാളോ? അയാൾ എന്തിനു നിങ്ങളെ ഭീഷണിപ്പെടുത്തണം? സിദ്ധാർത്ഥന്റെ അമ്മായി അച്ഛനാണെന്നാണല്ലോ വെപ്പ്. ആ 50 ലക്ഷത്തിന്റെ കേസ്. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? പോയി പണി നോക്കാൻ പറഞ്ഞു. നടേശൻ ചുമ്മാ അതൊന്ന് എറിഞ്ഞു നോക്കിയതല്ലേ. എന്തായാലും സൂക്ഷിക്കണം. എന്റെ പൊന്നക്ഷരെ, നീ ഇനി ഇത് ഓർത്ത് ടെൻഷന്റെ കൊടുമുടി കയറണ്ട. വിശാലിനെ കണ്ടുവെന്നേ പറഞ്ഞുള്ളൂ, ബാക്കി പറഞ്ഞില്ലല്ലോ. പറയാനുണ്ട്. വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം. ഞാൻ ദേവിക ഒന്ന് വിളിക്കട്ടെ. 2-3 മിസ്ഡ് കോള് കണ്ടു. ശരി, വേഗം വാ. എന്നതാടി ഭീഷണി എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ? എന്നതാ സംഭവം? ഭീഷണിയല്ല, ഏഷണി. അത് പറഞ്ഞിട്ട് അപ്പച്ചിക്ക് എന്താ? ഓ, അവളൊരു രഹസ്യക്കാരി. ഏതാണ്ട് ഏടാ കൂടെ ഒപ്പിച്ചുകൂട്ടി വരുന്നുണ്ട്. വരുന്നെങ്കി ഞങ്ങൾ അങ്ങ് നേരിട്ടോളാം. അപ്പച്ചിയുടെ പാട് നോക്ക്. ഏട്ടത്തി പറഞ്ഞെന്ന മന്ത്രം എപ്പോഴും പറഞ്ഞോണ്ടേയിരിക്കണം കേട്ടോ. രാമ സീത, സീത രാമ. ആ, നിരഞ്ജൻ സാറാ മോളെ. ഏട്ടത്തി ഇപ്പൊ വരാമേ. ഹലോ സർ, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടു.
അതല്ലേ തിരിച്ചു വിളിച്ചത്. ആ പറയ്, എന്താ വിശേഷം? ഇവിടെ അല്ലല്ലോ സർ വിശേഷം. ഒരു പുതിയ വാർത്തയുമായിട്ട് ശരത്ത് വന്നിട്ടുണ്ട്. സാറിനെ നടേശൻ സാർ ഭീഷണിപ്പെടുത്തിയെന്നോ ഉടൻ തന്നെ ഹിംസിക്കുന്നൊക്കെ. ഓ, ശരത്തിന് ആ വാർത്തയും കിട്ടിയോ? പിന്നെ കിട്ടാതെ? ശരത്ത്, അമ്മ പ്രഭാവതി, ചന്ദ്രലേഖ, അച്ഛൻ നടേശൻ, ഇവരൊക്കെ ഒരു നെക്സസ് അല്ലേ സർ? അതൊക്കെ അങ്ങനെ നടക്കട്ടെ ദേവിക. നിത്യക്കിപ്പോ എങ്ങനെയുണ്ട്? ആ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് സർ. ഏതെങ്കിലും ഫിസിയോതെറാപ്പിസ്റ്റിനെ ഞാൻ അറേഞ്ച് ചെയ്യണോ? അത് ഞാൻ അച്ഛനോടൊന്ന് ചോദിച്ചിട്ട് പറയാം സർ. നിലവില് നിത്യമോളുടെ ഇമ്പ്രൂവ്മെന്റ് എനിക്കും അച്ഛനും മാത്രമേ അറിയൂ. സാറ് നിത്യമോളോടൊന്ന് സംസാരിക്കാവോ? ഒരു മിനിറ്റ്. സർ, ഞാൻ ലൗഡ് സ്പീക്കറിലിടാവേ. ആ, നിത്യമോളെ, പെട്ടെന്ന് എണീറ്റ് ഓടിച്ചാടി നടക്കാൻ മോൾക്ക് പറ്റും. സംസാരിക്കാനും പറ്റും. മനസ്സുകൊണ്ട് പറക്കാൻ മോഹിച്ചാൽ എളുപ്പം നടക്കാൻ കഴിയും. പിന്നെ ഇടവും വലവും ദൈവവും ദേവികയുണ്ടല്ലോ. ചൂലുകൊണ്ട് തല്ലി ഞാൻ ആ മൂദേവിനെ. മിക്കവാറും എന്റെ കൈ കൊണ്ട് അവള് ചാവും. എന്തിനമ്മേ? മോനെ, അവള് പറയുക ശങ്കരേട്ടൻ അവിടെ എങ്ങാനും കിടന്ന് ചാവട്ടെ, ഇങ്ങോട്ട് വരണ്ടെന്ന്. അവളുടെ അച്ഛനല്ലേ, അമ്മയില്ലാത്ത അവളെ പൊന്നുപോലെ നോക്കിയതല്ലേ ശങ്കരേട്ടൻ. അമ്മ വിഷമിക്കാതെ. പൊന്നുമണിക്ക് ഇനിയും ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മായി, ആ ഫോൺ ഇങ്ങോട്ട് തന്നെ. എനിക്ക് മാഷേട്ടനോട് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? എനിക്ക് സംസാരിക്കണമെന്ന്. വേണ്ട, നീ ഒന്ന് സംസാരിക്കണ്ട എന്റെ മോനോട്. എനിക്ക് സംസാരിക്കണം. അമ്മേ, ഫോൺ പൊന്നുമണിക്ക് കൊടുക്ക്. ഹലോ മാഷേട്ടാ. എന്താ പൊന്നുമണി നിന്റെ പ്രശ്നം? എനിക്കറിയില്ല മാഷേട്ടാ. എനിക്ക് ഉറക്കമില്ല. തലയ്ക്കകത്ത് ഉറുമ്പുകൾ അരിച്ചു നടക്കും പോലെ. ദേഹം മുഴുവൻ ചുട്ടു പൊള്ളുക. ഞാൻ മിക്കവാറും കെട്ടി തൂങ്ങിച്ചാവും. സ്വയം മരിക്കാനാണോ പൊന്നു ദൈവം നമുക്ക് ജീവിതം തന്നത്? ജീവിക്കാനല്ലേ, പൊരുതി ജീവിക്കാൻ.